നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. എം സ്വരാജ് LDF സ്ഥാനാർത്ഥി. പ്രഖ്യാപനവുമായി MV ഗോവിന്ദൻ. എതിർ സ്ഥാനാർത്ഥി കൂടി വരുമ്പോഴാണ് തിരഞ്ഞെടുപ്പിൽ ആവേശവും ചൂടും വരുന്നതെന്ന് ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിൽ മത്സരിക്കാനുള്ള പ്രഖ്യാപനം നീട്ടി PV അൻവർ. അൻവറിനെ പരിഹസിച്ച് MV ഗോവിന്ദൻ. LDFിനെ യൂദാസിനെ പോലെ ഒറ്റക്കൊടുത്ത PV അൻവറിന്റെ ഇപ്പോഴത്തെ ദയനീയാവസ്ഥ കേരളീയർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഗോവിന്ദൻ. മലപ്പുറം വളാഞ്ചേരിയിൽ കണ്ടെത്തിയ നിപ്പ വൈറസ് ബാധിച്ച വ്യക്തി നിപ്പ അണുബാധ വിമുക്തിയായതായി ആരോഗ്യമന്ത്രി. ഗുരുതര രോഗാവസ്ഥ തരണം ചെയ്തിട്ടില്ലെങ്കിലും രോഗിയുടെ ആരോഗ്യ സൂചകങ്ങൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 8 ജില്ലകളിൽ റെഡ് അലേർട്ട്, 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണം 4. വാർത്തകൾ വിശദമായി. നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. നിലമ്പൂരിൽ M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി CPMന്റെ വമ്പൻ പ്രഖ്യാപനം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അഭിമാനപ്പോരിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാനാണ് CPM സെക്രട്ടേറിയറ്റിൽ തീരുമാനം. ഉഗ്രൻ രാഷ്ട്രീയ പോരാട്ടത്തിന് നിലമ്പൂർ സാക്ഷിയാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല. അൻവറുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കിടെയാണ് CPMന്റെ പ്രഗത്ഭനായ നേതാവിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. പാർട്ടിയെയും സർക്കാരിനെയും താറടിച്ച് മുന്നണി വിട്ട അൻവറിനെതിരെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കണമെന്ന വികാരം പ്രവർത്തകർക്കിടയിൽ ശക്തമായിരുന്നു. അങ്ങനെയാണ് ഒടുവിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയെന്ന തീരുമാനത്തിൽ CPM എത്തുന്നതും യുവമുഖവും നിലമ്പൂർ സ്വദേശി കൂടിയായ സ്വരാജിനെ ഗോതിയിലിറക്കുന്നതും. ഒരു സംശയവും വേണ്ട, അവിടെ മത്സരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയനായ സ്ഥാനാർത്ഥിയായിരിക്കും സഖാവ് സ്വരാജ്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ രീതിയിലൊരു സ്വീകാര്യത സ്വരാജിന് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ കിട്ടും. അതുകൊണ്ടൊരു വലിയ രീതിയിലുള്ളൊരു ആവേശത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് അവിടെ ഉണ്ടാവാനിടയുള്ള അവരുടെ ഈ ആഹ്ലാദ പ്രകടനം, ആവേശകരമായ പ്രകടനം. അതിന്നിപ്പോൾ തന്നെ തുടങ്ങും. ഇപ്പോൾ ഈ പ്രഖ്യാപനത്തോടുകൂടി തന്നെ ആ കാര്യം അവിടെ തുടങ്ങും. സ്ഥാനാർത്ഥി അവിടെ ഇല്ലെങ്കിലും. കേരളത്തിലെ ഇടതുപക്ഷ മനസ്സിന്റെ കാവലാളാണ് M സ്വരാജ്. CPM കേരളത്തിന് നൽകിയ ഊർജ്ജസ്വലരായ നേതാക്കളിൽ ഒരാൾ. നിലമ്പൂരിൽ പോരാട്ടത്തിന് ഇറങ്ങുന്നത് CPMന്റെ പുതുനിര നേതാക്കളിലെ ഏറ്റവും കരുത്തനാണ്. ഇടിമുഴക്കം പോലെ മുഴങ്ങുന്ന വാക്കുകൾ ശത്രുക്കളുടെ നെഞ്ചകം പിളർത്തുന്നത് ഇനി നിലമ്പൂരിൽ നേരിട്ട് കാണാം. കേരളത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും കാക്കാൻ സദാ ജാഗരൂകമാകുന്ന ആ വാക്കും കർമ്മവുമാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങുന്നത്. ജന്മനാടായ നിലമ്പൂരിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് സ്വരാജ് പൊതുരംഗത്ത് ഉയർന്നത്. 1999 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാനായിരുന്നു. SFI മലപ്പുറം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, DYFI സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ തിളങ്ങി നിന്ന സ്വരാജ് 2005 CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിലെത്തിയത്. തുടർന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി. 2016 തൃപ്പൂണിത്തുറയിൽ നിന്ന് നിയമസഭാംഗമായി സ്വരാജ്. രാഷ്ട്രീയത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുമ്പോഴും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളോടും ഇഴയെടുപ്പം കാത്തുസൂക്ഷിക്കാൻ സ്വരാജിനായിട്ടുണ്ട്. നിലമ്പൂരിൽ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എല്ലാവരും ആവേശത്തോടെ സ്വീകരിക്കാനും കാരണം ഈ ജനകീയ അംഗീകാരമാണ്. നിലമ്പൂരിന്റെ ഓരോ മുക്കും മൂലയും പരിചിതമാണ് സ്വരാജിന്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. നിലമ്പൂരിൽ പാർട്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ദൗത്യമെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് ജയിക്കാനാകുമെന്നും എല്ലാ പരിശ്രമവും നടത്തുമെന്നും M സ്വരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏത് എതിരാളി വന്നാലും നേരിടാൻ UDF സജ്ജമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിലമ്പൂരിൽ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ പോരാട്ടമാണ്. പിണറായി സർക്കാരിന്റെ 9 വർഷത്തെ ദുർഭരണം നിലമ്പൂരിൽ രാഷ്ട്രീയ വിചാരണ ചെയ്യും. സർക്കാരിന്റെ ദുശ്ചെയ്തികൾ കേരളത്തിലെ ജനങ്ങളോട് മുഴുവൻ പറയാൻ കിട്ടുന്ന വലിയ അവസരം കൂടിയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പെന്ന് VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ പിണറായി വിജയൻ സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷത്തെ ഭരണം നിലമ്പൂരിലെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞത്. ആ വിചാരണ, രാഷ്ട്രീയമായ വിചാരണ, ഈ 9 കൊല്ലക്കാലമായി നടക്കുന്ന ദുർഭരണത്തിൻ്റെ ഇരകളായി മാറിയ മനുഷ്യർക്ക് വേണ്ടി നടത്തുന്ന വിചാരണ, ആ രാഷ്ട്രീയ വിചാരണ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ നടക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. കാരണം ഇത് 2026 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു ഇലക്ഷനാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തി. ഞാൻ പറഞ്ഞല്ലോ 10,000 വോട്ടാണ് അവിടെ ആകെ ചേർത്തിരിക്കുന്നത്.
അതിൽ 8000-ലധികം വോട്ട് ചേർത്തേക്കണം ഞങ്ങളാണ്. ഞങ്ങളെ 263 ബൂത്ത് കമ്മിറ്റികൾ സുസജ്ജമാണ്. പിന്നെ പാർട്ടി സ്ഥാനാർത്ഥി അവിടെ വന്നാൽ അവിടെ ഞങ്ങൾ ഭയപ്പെടണമെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് പാർട്ടി സ്ഥാനാർത്ഥിയെ ഇതിനു മുമ്പ് അവിടെ മത്സരിപ്പിക്കായിരുന്നത്? ഇത് നിവർത്തികേട് കൊണ്ട് മത്സരിപ്പിക്കുന്നതാണ്. നിവർത്തികേട്. ഇപ്പോൾ രാഷ്ട്രീയ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആളുകളോട് ഞാൻ തുടങ്ങി. ഇന്ന് രാവിലെ 11 മണിക്ക് വരെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കിട്ടുമെന്ന് നോക്കിയിട്ട് നടന്ന ആളുകളാണ്. വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനൊന്നും പേര് എന്നോട് പറയില്ല. ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ മത്സരിക്കാനുള്ള പ്രഖ്യാപനം നീട്ടി PV അൻവർ. തൃണമൂൽ കോൺഗ്രസിനെ UDF ഘടകകക്ഷിയാക്കിയില്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമെന്നാണ് നേരത്തെ PV അൻവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ UDF തീരുമാനത്തിനായി ഒരു പകൽ കൂടി കാത്തിരിക്കുമെന്നും മാന്യമായ തീരുമാനം പ്രതീക്ഷിക്കുകയാണെന്നും PV അൻവർ വ്യക്തമാക്കി. പ്രഖ്യാപനം നടത്താൻ ഇന്ന് രാവിലെ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് തീരുമാനം തൽക്കാലത്തേക്ക് നീട്ടിയതായി PV അൻവർ അറിയിച്ചത്. UDF പ്രവേശനം അനിശ്ചിതത്വത്തിലായ PV അൻവറിനെ പരിഹസിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDFനെ യൂദാസിനെ പോലെ ഒറ്റക്കൊടുത്ത PV അൻവറിന്റെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ കേരളീയർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് MV ഗോവിന്ദന്റെ പരിഹാസം. നിലമ്പൂരിൽ M സ്വരാജിനെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലുപിടിക്കുമ്പോൾ മുഖത്ത് ചെളിവാരി എറിയുകയാണെന്ന ആരോപണമാണ് UDFനെ കുറിച്ചും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ കുറിച്ചും അൻവർ പറഞ്ഞത്. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്നുൾപ്പെടെ പറഞ്ഞു വെക്കുകയും അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും പിന്നാലെ രാവിലത്തെ പത്രസമ്മേളനം മാറ്റിവെച്ച് വീണ്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന അൻവറിന്റെ ദയനീയമായ ചിത്രമാണ് കേരളത്തിൽ കാണുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് LDFും UDFും തമ്മിലാണ്. നിലമ്പൂർ നിയോജക മണ്ഡലം വർത്തമാന പരിസ്ഥിതിയിൽ ഇടതുപക്ഷത്തിന് നല്ല മുൻകൈയുള്ള മണ്ഡലമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. PV അൻവർ ഇടതുപക്ഷം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, അക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ UDF അല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള അൻവർ ഉൾപ്പെടെയുള്ളവർ എടുത്ത നിലപാടിനോട് UDF എടുത്ത സമീപനം വെച്ചുകൊണ്ട് ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ ഞങ്ങൾക്ക് അവിടെ സാധിക്കും. ഞങ്ങൾക്ക് ജയിക്കാനും കഴിയുമെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. M5 ന്യൂസ് മലപ്പുറം. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിയായി M സ്വരാജിനെ പ്രഖ്യാപിച്ച വാർത്തയ്ക്ക് പ്രതികരിച്ച് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. പ്രചാരണ രംഗത്ത് UDF ഒരുപാട് മുന്നിലാണ്. എതിർ സ്ഥാനാർത്ഥി കൂടി വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ ആവേശവും ചൂടും വരുന്നത്. പ്രതിരോധ നിരയിൽ ആളുണ്ടെങ്കിലേ ഫോർവേഡിന് ഗോൾ അടിക്കാൻ ആവേശം വരുമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷൗക്കത്ത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ UDFന് വിജയം ഉറപ്പാണെന്ന് MP ഷാഫി പറമ്പിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഏത് എതിരാളി വന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം നിലമ്പൂരിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏത് എതിരാളി വന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയും. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നിലമ്പൂരിലുണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ആശാ വർക്കർമാരുടെ സമരം, ദേശീയപാതയുടെ തകർച്ച എന്നിവയെല്ലാം ജനങ്ങൾ വിലയിരുത്തുമെന്നും ഇത് UDFന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ പോരാട്ടം നടന്നാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കുക UDFനാകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. UDFന്റെ ജയം ഇവിടുത്തെ ജനത ആഗ്രഹിക്കുന്നു. അത് നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ അസസ്മെന്റ് അതാണ്. പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം UDFനാണ് കിട്ടാൻ പോകുന്നത്. കാരണം രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും UDFന് അനുകൂലമാണ്. ജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലുള്ള സംശയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉയർത്തുന്നില്ല. CPM പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത അഴിമതി നാട്ടിൽ നടക്കുന്നുണ്ടെന്നും ദേശീയപാതയുടെ തകർച്ച പോലും ജനങ്ങൾ വിലയിരുത്തുന്നുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും UDFന്റെ ജയം ആഗ്രഹിക്കുന്നുണ്ടെന്നും ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഭരണം മാറുമെന്ന് ആഗ്രഹിക്കുന്ന CPMകാർ പോലും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് M സ്വരാജ് പോരാട്ടത്തിന് കളമൊരുങ്ങി. സസ്പെൻസിന് വിരാമമിട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരുകാരനുമായ അഡ്വക്കേറ്റ് M സ്വരാജിനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെയാണ് നിലമ്പൂരുകാർ തമ്മിലുള്ള പോരാട്ടത്തിന് കളമൊരുങ്ങിയത്. സസ്പെൻസിന് വിരാമമിട്ട CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരുകാരനുമായ അഡ്വക്കേറ്റ് M സ്വരാജിനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി M ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെയാണ് നിലമ്പൂർക്കാർ തമ്മിലുള്ള പോരാട്ടത്തിന് കളം ഒരുങ്ങിയത്. M സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ നിലമ്പൂരിൽ LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. സ്വരാജിന്റെ കൂറ്റൻ ഫ്ലെക്സുകൾ ബോർഡുമായാണ് പ്രവർത്തകർ നിലമ്പൂർ ടൗണിൽ പ്രകടനം നടത്തിയത്. പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ ലഭിച്ചതിന്റെ ആഹ്ലാദമാണ് മണ്ഡലത്തിൽ ആവേശമായി അലയടിക്കുന്നത്.
2016 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലത്തിൽ മന്ത്രിയായിരുന്ന കെ ബാബുവിനെ അട്ടിമറിച്ചാണ് എം സ്വരാജ് വിജയിച്ചത്. സംസ്ഥാനത്തെ പ്രമുഖ യുവനേതാക്കളിൽ ഒരാളും നല്ല പ്രാസംഗികനുമായ എം സ്വരാജ് LDF സ്ഥാനാർത്ഥിയായതോടെ നിലമ്പൂർ തീപാറും പോരാട്ടത്തിന് വേദിയാകും. PV അൻവർ രാജിവെച്ച ഒഴിവിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലനിർത്തുക എന്നത് CPM-ന് ജീവൻ മരണം പോരാട്ടമാണ്. അതിനാൽ തന്നെയാണ് പൊതുസ്വതന്ത്രൻ ഉൾപ്പെടെ നിരവധി പേരെ പരിഗണിച്ച ശേഷം സ്ഥാനാർത്ഥിത്വം എം സ്വരാജിലേക്ക് തന്നെ എത്തിയത്. 1969 കുഞ്ഞാലിയുടെ മരണശേഷം CPM-ന് പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ ഇതുവരെ വിജയിപ്പിക്കാനായിട്ടില്ല. അൻവറിന് മറുപടി കൊടുക്കുന്നതിനൊപ്പം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരു MLA എന്ന CPM സ്വപ്നത്തിനും എം സ്വരാജിന്റെ വിജയം അനിവാര്യമാണ്. M5 ന്യൂസ്, മലപ്പുറം. മുഖ്യമന്ത്രിയുടെ കറിവേപ്പില പരിഹാസത്തിനും PV അൻവർ മറുപടി നൽകി. കറിവേപ്പില ആന്റിബയോട്ടിക് ആണ്. കറിവേപ്പില ഏത് കറിയിലിട്ടാലും സ്വാദ് കൂടുമെന്നും PV അൻവറിന്റെ പ്രതികരണം. കറിവേപ്പില നമ്മളൊക്കെ കറിയിൽ ഉപയോഗിക്കുന്നതാണല്ലോ, പോഷക ഗുണമുള്ള സാധനമാണെന്നും ആ കറിവേപ്പിലയെ പോലെ തന്നെ ആക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞതിൽ ചെറിയൊരു വസ്തുതയുണ്ടല്ലോ എന്നും അൻവർ ചോദിച്ചു. മലപ്പുറം വളാഞ്ചേരിയിൽ കണ്ടെത്തിയ നിപ്പ വൈറസ് ബാധിച്ച വ്യക്തിയുടെ 2 സാമ്പിളുകൾ നെഗറ്റീവായതോടെ സാങ്കേതികമായി രോഗി നിപ്പ അണുബാധ വിമുക്തിയായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഗുരുതര രോഗാവസ്ഥ തരണം ചെയ്തിട്ടില്ലെങ്കിലും രോഗിയുടെ ആരോഗ്യ സൂചകങ്ങൾ തുടർച്ചയായി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണ MES സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ്പ രോഗിയുടെ രോഗാവസ്ഥ സംബന്ധിച്ച് അവിടുത്തെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ഡോക്ടർ ജിതേഷുമായി സംസാരിച്ചു. ഗുരുതര രോഗാവസ്ഥ തരണം ചെയ്തിട്ടുണ്ടെങ്കിലും രോഗിയുടെ ആരോഗ്യ സൂചനകൾ തുടർച്ചയായി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 12 ദിവസമായി രോഗി വെന്റിലേറ്ററിൽ സഹായം കൂടാതെയാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. ഇപ്പോൾ പൂർണ്ണമായും അന്തരീക്ഷവായുവാണ് ശ്വസിക്കുന്നത്. ഒരു ശ്വസന സഹായിയുടെ ആവശ്യമില്ല. ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, ഓക്സിജൻ സാച്ചുറേഷൻ തുടങ്ങിയ അടിസ്ഥാന സൂചനകളെല്ലാം സാധാരണ നിലയിലാണ്. കരൾ, വൃക്കകൾ തുടങ്ങിയ ആന്തരികാവയവങ്ങളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. രോഗി ബോധത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും പതിയെ മെച്ചപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോഴെങ്കിലും കണ്ണുകൾ ചലിപ്പിക്കുന്നുണ്ട്. 2 ദിവസമായി താടിയെല്ലുകൾ ചലിക്കുകയും വേദനയോട് ചെറിയ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. തുടർ MRI പരിശോധനയിൽ അണുബാധ കാരണം തലച്ചോറിലുണ്ടായ പരിക്കുകൾ ഭേദമായി വരുന്നതായി കാണുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കൂടുതൽ വ്യാപനമില്ലാതെ രോഗബാധ കെട്ടടങ്ങുമെന്ന് കരുതുന്നതായും മന്ത്രി പറഞ്ഞു. M5 ന്യൂസ്, മലപ്പുറം. കൊച്ചിയിലെ കപ്പൽ അപകടത്തിന് പിന്നാലെ കേരള തീരത്ത് നിന്നും 56 കണ്ടെയ്നറുകൾ കണ്ടെത്തിയതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. വ്യാഴാഴ്ച വൈകുന്നേരം വരെ ലഭിച്ച കണക്കനുസരിച്ച് 56 കണ്ടെയ്നറുകൾ കണ്ടെത്തിയെന്നാണ് മന്ത്രിയുടെ പ്രസ്താവന. കണ്ടെയ്നറുകളുടെ യാത്ര ഇനി ഉണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും തീരം വൃത്തിയാക്കാനുള്ള നടപടികൾ വേഗത്തിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും കെ രാജൻ വ്യക്തമാക്കി. കരുവാരക്കുണ്ടിൽ കടുവയ്ക്ക് വെച്ച കൂട്ടിൽ പുലി കുടുങ്ങി. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. കാളികാവിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കടുവയ്ക്കായി സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. പ്രദേശത്ത് പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു. മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് പ്രസിദ്ധമായ മൂന്നിയൂർ കളിയാട്ടക്കാവ് ഉത്സവം സമാപിച്ചു. മലബാറിലെ വിവിധ ദേശങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തരാണ് രാവിലെ മുതൽ കളിയാട്ടക്കാവിലേക്ക് ഒഴുകിയത്. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം ഭാഗങ്ങളിൽ നിന്നായുള്ള സംഘങ്ങൾ 12 മണിക്ക് മുൻപേ വിവിധ ദേശങ്ങളിൽ നിന്നായി പൊയ്ക്കുതിര സംഘങ്ങൾ എത്തിയിരുന്നു. കളിയാട്ടത്തോടനുബന്ധിച്ച് കാർഷിക ചന്തയും സജീവമായി. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ്. കാലവർഷം തുടങ്ങുന്ന സമയമായതിനാൽ വിവിധ തരം വിത്തുകൾ, പണിയായുധങ്ങൾ തുടങ്ങിയവയും ചന്തയിൽ ലഭിക്കും. കാലവർഷം തുടങ്ങിയ സമയമായതിനാൽ വിവിധ തരം വിത്തുകൾ, പണിയായുധങ്ങൾ തുടങ്ങിയവയും ചന്തയിൽ വിൽപ്പനയ്ക്കായി എത്തി. കാലവർഷമായതിനാൽ ഉത്സവത്തിന്റെ ആവേശം തെല്ലുകുറഞ്ഞു. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 6 മരണം. ആലപ്പുഴ പുന്നപ്രയിൽ മീൻ പിടിക്കാൻ പോയ ആൾ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. എറണാകുളം തിരുമാറാടിയിൽ മരം വീണ് സ്ത്രീ മരിച്ചു. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. മലപ്പുറം കാളികാവിലും എറണാകുളം ചെറായിലും ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതെയായി. കനത്ത മഴയിൽ മരം വീണ് വ്യാപക നാശമാണ് വിവിധ ജില്ലകളിലുണ്ടായത്. നിരവധി വീടുകൾ തകർന്നു. നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. വള്ളം മറിഞ്ഞ് കാണാതായ 2 പേരിൽ ഒരാളുടെ മൃതദേഹമാണ് കിട്ടിയത്. മത്സ്യത്തൊഴിലാളിയായ പുല്ലുവിള സ്വദേശി തദയൂസ് ആണ് മരിച്ചത്. പൂവാറിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്.
മത്സ്യബന്ധനത്തിന് പോയി മടങ്ങിയ 5-അംഗ സംഘം സഞ്ചരിച്ച വെള്ളം വിഴിഞ്ഞം വാർഫിന് സമീപത്ത് വെച്ചാണ് മറിഞ്ഞത്. 3 പേർ നീന്തി രക്ഷപ്പെട്ടു. എറണാകുളം തിരുമാറാടിയിൽ മരം വീണ് 85-കാരിയായ തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചു. തിരുമാറാടി കരവേട്ട അമ്മാംകുളത്തിൽ അന്നക്കുട്ടിയാണ് മരിച്ചത്. ആലപ്പുഴയിൽ മീൻ പിടിക്കാൻ പോയ ആൾ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. പറവൂർ സ്വദേശി KJ ജെയിംസ് ആണ് മരിച്ചത്. ഇന്നലെ രാത്രി പറവൂർ കിഴക്ക് ഇളയിടത്തുരുത്ത് പാടശേഖരത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാൽവഴുതി വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ലയൺസ് ക്ലബ് ഓഫ് കോട്ടക്കൽ ഹെർബൽ സിറ്റി U ഭരതൻ മെമ്മോറിയൽ പ്രഥമ പുരസ്കാരം മാധ്യമപ്രവർത്തകൻ പ്രമേഷ് കൃഷ്ണയ്ക്ക് സമ്മാനിച്ചു. ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പിലയാണ് പുരസ്കാരം കൈമാറിയത്. പ്രശസ്തി പത്രവും ഉപഹാരവും 10,001 രൂപയുമാണ് പുരസ്കാരം. ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ജെയിംസ് വളപ്പിലയാണ് പുരസ്കാരം കൈമാറിയത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള വാർത്തകൾ പൊതുസമൂഹത്തിൽ എത്തിക്കുകയും അവ ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്തതിനാണ് അംഗീകാരം. ലയൺസ് ക്ലബ്ബ് മുൻ ഭാരവാഹിയായിരുന്ന അന്തരിച്ച U ഭരതന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്ലാഘനീയമായ മികവ് തെളിയിച്ചവർക്കാണ് അവാർഡ് നൽകുന്നത്. കോട്ടക്കൽ വിരാട് ഹാളിൽ നടന്ന കുടുംബ സംഗമത്തിൽ പ്രസിഡന്റ് ലയൺ PP രാജൻ അധ്യക്ഷത വഹിച്ചു. അക്കാദമിക രംഗത്തെ മികവിന് ദിയ രവിയെയും ചടങ്ങിൽ ആദരിച്ചു. വയോജനങ്ങൾക്കുള്ള സൗജന്യ റേഡിയോ നഗരസഭാ കൗൺസിലർമാരായ സനില പ്രവീൺ, P മറിയാമു എന്നിവർ ഏറ്റുവാങ്ങി. ഹൃദയ പുനരുജ്ജീവന പ്രവർത്തനത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പരിശീലനം നൽകുന്നതിനുള്ള ധാരണാപത്രത്തിൽ ലയൺസ് ക്ലബ്ബും സ്വതന്ത്ര ട്രേഡ് യൂണിയനും ഒപ്പുവെച്ചു. ഡോക്ടർ ശശികുമാർ, KM അനിൽകുമാർ, ഡോക്ടർ മുഹമ്മദ് കുട്ടി, ഡോക്ടർ AK മുരളീധരൻ, സത്യജിത്ത്, ഷൈന സത്യജിത്ത്, ഡോക്ടർ സുബീർ ഹുസൈൻ, മീര, പാർവണ, ദേവിക, BK ഷാജി, ഡോക്ടർ NJ ജീന തുടങ്ങിയവർ സംബന്ധിച്ചു. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുകൾ നിലനിൽക്കെ സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 8 ജില്ലകളിൽ റെഡ് അലർട്ടും 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് റെഡ് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ എല്ലാ ജില്ലകളിലും നിലവിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചതോടെ തീരദേശ പ്രദേശങ്ങളിലടക്കം നിരവധിയിടങ്ങളിൽ വൻ നാശനഷ്ടം. മഴ ശക്തമാകുന്നതോടെ തീരദേശ പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക സാധ്യതാ മേഖലകളിലും സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകി. തിരുവനന്തപുരത്ത് നിന്നും അനന്തപത്മനാഭൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് കാലാവസ്ഥ ശക്തി പ്രാപിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ തീരദേശ പ്രദേശങ്ങളടക്കം നിരവധിയിടങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടായി. കടൽ രൂക്ഷമാകുകയും കടലേറ്റം സംഭവിക്കുകയും ചെയ്തതോടെ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ബീച്ചുകളിലേക്ക് പൊതുജനത്തിന് പ്രവേശനമില്ല. അതിശക്തമായ കാറ്റിലും മഴയിലും കടപുഴകി വീണ മരങ്ങൾ ഗതാഗത തടസ്സങ്ങൾ സൃഷ്ടിച്ചു. നഗരത്തിലെ പ്രധാന ഇടങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റ് അടക്കമുള്ളവ തകർന്നു വീണതിനാൽ പലയിടങ്ങളിലും വൈദ്യുതി മുടങ്ങുകയും ചെയ്തു. മഴ അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഭാവത്തിലേക്ക് മാറുന്നതനുസരിച്ച് തീരദേശ പ്രദേശങ്ങളിലും മറ്റും സുരക്ഷാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ മഴക്കാലത്തുണ്ടാകാൻ സാധ്യതയേറെയുള്ള രോഗങ്ങൾ പ്രതിരോധിക്കുവാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ആരോഗ്യവകുപ്പിന്റെ മേൽനോട്ടത്തിൽ ശക്തമാണ്. M5 ന്യൂസ്, തിരുവനന്തപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. M സ്വരാജ് LDF സ്ഥാനാർത്ഥി, പ്രഖ്യാപനവുമായി MV ഗോവിന്ദൻ. എതിർ സ്ഥാനാർത്ഥി കൂടി വരുമ്പോഴാണ് തിരഞ്ഞെടുപ്പിൽ ആവേശവും ചൂടും വരുന്നതെന്ന് ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിൽ മത്സരിക്കാനുള്ള പ്രഖ്യാപനം നീട്ടി PV അൻവർ. അൻവറിനെ പരിഹസിച്ച് MV ഗോവിന്ദൻ. LDFിനെ യൂദാസിനെ പോലെ ഒറ്റക്കൊടുത്ത PV അൻവറിന്റെ ഇപ്പോഴത്തെ ദയനീയാവസ്ഥ കേരളീയർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഗോവിന്ദൻ. മലപ്പുറം വളാഞ്ചേരിയിൽ കണ്ടെത്തിയ നിപ്പ വൈറസ് ബാധിച്ച വ്യക്തി നിപ്പ അണുബാധ വിമുക്തിയായതായി ആരോഗ്യമന്ത്രി. ഗുരുതര രോഗാവസ്ഥ തരണം ചെയ്തിട്ടില്ലെങ്കിലും രോഗിയുടെ ആരോഗ്യ സൂചകങ്ങൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 8 ജില്ലകളിൽ റെഡ് അലർട്ട്, 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണം 4. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.